Hi friends, welcome to Gina's Yummy Treats. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചവ്വേരിയുടെ സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് ചവ്വേരി നല്ലോണം വാഷ് ചെയ്ത് ഒരു 6 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ പാൻ ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് 1 ടീസ്പൂൺ ജീരകം ഇട്ട് നമുക്ക് ആ ജീരകം ഒന്ന് സ്പ്ലട്ടറായി കിട്ടണം. അപ്പോൾ എൻ്റെ ജീരകം സ്പ്ലട്ടർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 2 പൊട്ടാറ്റോ ഇടാം. അത് സ്മോൾ ക്യൂബായിട്ട് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. പൊട്ടാറ്റോ കുക്ക് ചെയ്യുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്ക്ഡ് ഉരുളക്കിഴങ്ങ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഇടാവുന്നതാണ്. സോ എൻ്റെ പൊട്ടാറ്റോ ഇപ്പോൾ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്, നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇവിടെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ഇടാവുന്നതാണ്. ഞാനിവിടെ 2 പച്ചമുളക് ഇട്ടേക്കുന്നത്. ഇതുമൂടി നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ ഉള്ളി നല്ലോണം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുമൂടിയിട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഇത് ഇളക്കിയെടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് മൂടിയിട്ട് നമ്മുടെ ഉള്ളി നല്ലോണം ഒന്ന് വരണ്ട് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഉള്ളി ജസ്റ്റ് സ്ലൈറ്റ്ലി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയാൽ മാത്രം മതി. അപ്പോൾ എൻ്റെ ഉള്ളി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വച്ചേക്കുന്ന ചവ്വേരി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ കപ്പലിനി വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് 1 കപ്പാണ് എടുക്കുന്നത്. അതുമൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കപ്പലിൻ്റെ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം എൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. സോ ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് മതി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ എൻ്റെ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സാബുദാന കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലേക്ക് ഏറ്റവും ഫേമസ് റെസിപ്പിയായത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.